പെഹൽഗാം ഭീകരാക്രമണത്തെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം പാർലമെന്റിലായിരുന്നു നടത്തേണ്ടിയിരുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളോട് മറുപടി പറയാൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്നും MA ബേബി എക്സ് പോസ്റ്റിൽ കുറിച്ചു. വിശദാംശങ്ങളുമായി സ്വാതി സന്തോഷാണ് ആദലിയിൽ നിന്ന് ചേരുന്നത്. സ്വാതി, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്? വിനിഷ, പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില നിർണായക വിഷയങ്ങൾ അദ്ദേഹം പരാമർശിക്കുമെന്ന് തന്നെയാണ് രാജ്യത്തെ ജനങ്ങൾ വിചാരിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ പാർട്ടികളുടെ അടക്കം ഭാഗത്തു നിന്നും ഉയർന്നത് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും അതിൽ കടുത്ത വിമർശനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ആക്രമണത്തിന് പിന്നാലെ പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രകോപനങ്ങളിൽ, കൃത്യമായിട്ടുള്ള ഷെല്ലാക്രമണങ്ങളിൽ നിരവധി കശ്മീരി ജനതയ്ക്ക് വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. എന്നാൽ അവരെ പറ്റി ഒരു അക്ഷരം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ അഭിസംബോധനയിൽ പറയാൻ തയ്യാറായിട്ടില്ല. കശ്മീരി ജനതയെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം, ഈ ട്രംപ് നിരവധി ദിവസങ്ങളായി ഉയർത്തുന്ന അവകാശവാദമുണ്ട്. ഈ മധ്യസ്ഥ ചർച്ചയിലടക്കം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചയിൽ അദ്ദേഹം നേതൃത്വം നൽകി, അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ച നടത്തിയത് അമേരിക്കയാണ് എന്നുള്ള അവകാശവാദമാണ് ട്രംപ് ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പും ഈ അവകാശവാദം തുടർന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. ആ ഘട്ടത്തിൽ പോലും ഇത് സംബന്ധിച്ചിട്ടുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ ധരിപ്പിക്കുവാനോ അല്ലെങ്കിൽ ജനങ്ങളോട് ഈ വിഷയം സംബന്ധിച്ച് പ്രതികരിക്കുവാനോ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ ചർച്ച അമേരിക്ക നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ടിയിരുന്നു. അത് പ്രത്യേകിച്ചും പാർലമെന്റ് സമ്മേളനം അടക്കം വിളിച്ചുകൊണ്ടുള്ളൊരു ാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ജനാധിപത്യപരമായി ഇങ്ങനെ പാർലമെന്റ് വിളിച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കുവാൻ കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ തയ്യാറാക്കാത്തത് എന്നുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി കൂടി ഉയർത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങൾ, ഈ പാർലമെന്റ് സമ്മേളനം വിളിക്കുക എന്ന വിഷയത്തിൽ ഒരു പ്രതികരണവും പ്രധാനമന്ത്രി നടത്തിയിട്ടില്ല. അതോടൊപ്പം ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഭീകരവാദികളെ സംബന്ധിച്ച വിവരങ്ങൾ, അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ, അന്വേഷണം സംബന്ധിച്ച വിഷയങ്ങൾ, ഇനി ഭീകരവാദികളെ ഇന്ത്യക്ക് വേണ്ടി വിട്ടുകിട്ടുവാൻ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, ഈ വിഷയം സംബന്ധിച്ചൊന്നും ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയം സംബന്ധിച്ചുള്ള കടുത്ത വിമർശനമായി ഉയർന്നു വരുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ എന്താണ്, ഈ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ചും പൂർണ്ണമായൊരു പ്രതികരണം കേന്ദ്ര സർക്കാരിൻ്റെയോ അതോടൊപ്പം തന്നെയും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കെതിരായിട്ടുള്ള കടുത്ത സൈബർ ആക്രമണങ്ങളിലും പ്രധാനമന്ത്രി നിശബ്ദത പാലിക്കുകയാണ്. വിനിഷ. ശരി, സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നേരത്തെ തന്നെ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും നടത്തിയ സർവകക്ഷി യോഗത്തിലെല്ലാം CPIMന്റെ നിലപാട് പ്രഖ്യാപിച്ചതാണ്. കൃത്യമായ വിശദീകരണം പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചിരുന്നു ഇന്നലെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. അപ്പോൾ അത്തരത്തിൽ CPIMന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവുമായുള്ള ആശയവിനിമയത്തിന് ശേഷവും എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ആ കാര്യങ്ങളൊക്കെയും പറയേണ്ടത് അത് പാർലമെന്റിലായിരുന്നില്ലേ എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് എക്സ് പോസ്റ്റിൽ CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി കുറിച്ചത്. വിശദാംശങ്ങളാണ് സ്വാതി ദില്ലിയിൽ നിന്ന് നൽകിയത്.